ഹായ്, നമ്മൾ നെക്സ്റ്റ് നോക്കുന്നത് ഹെഡിങ്ങാണ് ആഡിങ് ഓർ ഡിലീറ്റിംഗ് ടേംസ്. ഓക്കെ, ആഡിങ് ഓർ ഡിലീറ്റിംഗ് ടേംസ് അതായത് പറയുന്നതാണ് we can always add a finite number of terms to a series or delete a finite number of terms without altering the series convergence or divergence. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കൺവേർജ് ചെയ്യുന്ന ഒരു സീരീസ്, ഓക്കെ, നിങ്ങളുടെ കയ്യിൽ ഒരു കൺവേർജ് ചെയ്യുന്ന സീരീസ് ഉണ്ടെന്നിരിക്കട്ടെ. ആ സീരീസിന്റെ കൂടെ ഒരു കൺവേർജന്റ് ആയിട്ടുള്ള സീരീസ് നിങ്ങളുടെ കയ്യിലുണ്ട്. ആ സീരീസിലേക്ക് ഒരു ഫൈനൈറ്റ് നമ്പർ ഓഫ് ടേംസ് നിങ്ങൾ എന്ത് ചെയ്യുന്നു? ആഡ് ചെയ്യുന്നു. ആ പുതിയ സീരീസ് എന്ത് തന്നെയായിരിക്കും? കൺവേർജ് ചെയ്യും. അതേപോലെ ഒരു കൺവേർജ് ചെയ്യുന്ന ഒരു സീരീസിൽ നിന്ന് നിങ്ങൾ ഫൈനൈറ്റ് നമ്പർ ഓഫ് ടേംസ് ഒഴിവാക്കി, അപ്പോഴും അത് എന്ത് തന്നെയായിരിക്കും? കൺവേർജന്റ് തന്നെ ആയിരിക്കും എന്നാണ് പറയുന്നത്. പക്ഷെ സം എന്ന് പറയുന്നത്, കൺവേർജ് ചെയ്തു വരുന്ന ആ സം എന്ന് പറയുന്നത് സെയിം ആവണമെന്നില്ല. മനസ്സിലായി? ഇവിടുത്തെ സമ്മം എന്താവണമെന്നില്ല, ഈക്വൽ ആകത്തില്ല, അത് വ്യത്യാസമാണ്. അതേപോലെ ഒരു ഡൈവർജന്റ് ആയിട്ടുള്ള സീരീസ്, അതിലേക്ക് നിങ്ങൾ ഫൈനൈറ്റ് നമ്പർ ഓഫ് ടേംസ് ആഡ് ചെയ്തു, ആ പുതിയ സീരീസും ഡൈവർജന്റ് ആയിരിക്കും. അതേപോലെ ഒരു ഡൈവർജന്റ് ചെയ്യുന്ന ഒരു സീരീസിൽ നിന്ന് നിങ്ങൾ ഫൈനൈറ്റ് നമ്പർ ഓഫ് ടേംസ് എന്ത് ചെയ്തു? ഒഴിവാക്കി, ഡിലീറ്റ് ചെയ്തു, അപ്പോഴും ആ സീരീസ് എന്ത് തന്നെയായിരിക്കും? ഡൈവർജന്റ്. അല്ലാതെ ഒരു ഫൈനൈറ്റ് നമ്പർ ഓഫ് ടേംസ് ഒഴിവാക്കി എന്ന് വെച്ച് ഒരു ഡൈവർജന്റ് ആയിട്ടുള്ള സീരീസ് എന്താണോന്നില്ല, കൺവർജന്റ് ആകണം എന്ന് ഇല്ല. അപ്പം ഈ പ്രത്യേകത നിങ്ങൾ ഓർക്കുക. അതിനെ സംബന്ധിച്ചാണ് നമ്മുടെ ഈ ഡിസ്കഷൻ. അപ്പൊ അതോട്ട് ബന്ധപ്പെട്ടൊരു തിയറം ഇവിടെ പറയുന്നതാണ്. ഓൾദോ ഇൻ കേസ് ഓഫ് കൺവർജൻസ് ദിസ് വിൽ യൂഷ്വലി ചേഞ്ച് ദ സം. ആ സമ്മിനെ ചേഞ്ച് ചെയ്യാം. ആഡിയോ ഡിലീറ്റോ ചെയ്ത് കഴിഞ്ഞാൽ ആ കൺവർജൻസ് സീരീസിന്റെ സം കിട്ടുന്ന വാല്യൂവിന് ചേഞ്ച് ഉണ്ടാകാം. പക്ഷെ ആ പ്രോപ്പർട്ടിക്ക് എന്തുണ്ടാവണമെന്നില്ല, മാറ്റം വരണമെന്ന് ഇല്ല. ഓക്കെ, നെക്സ്റ്റ് തിയറം, convergence of divergence is unaffected by deleting a finite number of terms from a series. ഈ പറഞ്ഞ കാര്യത്തിൽ ഒരു തിയറത്തിന്റെ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് പറഞ്ഞതേ ഉള്ളൂ. Convergence or divergence is unaffected by deleting a finite number of terms from a series. In particular, അത് just ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുകയാണ്. For any positive integer k, രണ്ട് സീരീസ് നോക്കുക. ഈ സീരീസ് ഏതാണ്? സിഗ്മ n equal to 1 to infinity un. രണ്ടാമത്തെ സീരീസ് ഏതാണ്? സിഗ്മ n equal to k to infinity uk. ഇവര് തമ്മിൽ വ്യത്യാസം എന്താണ്? ഈ ഒന്നാമത്തെ സീരീസിൽ നിന്നും k-1 ടേംസ് ഡിലീറ്റ് ചെയ്തതിന് ശേഷമുള്ള സീരീസ് ആണ് ഈ രണ്ടാമത്തെ സീരീസ്. ഇവർ രണ്ടുപേരും ഒന്നുകിൽ കൺവേർജ് ചെയ്യും, അല്ലെങ്കിൽ രണ്ടുപേരും എന്ത് ചെയ്യും? ഡൈവേർജ് ചെയ്യും. അല്ലാതെ ഒന്നാമത്തെ സീരീസിൽ നിന്നും k-1 ടേംസ് ഡിലീറ്റ് ചെയ്തു എന്ന് പറഞ്ഞ് ഇതിന്റെ കൺവേർജൻസ് ഡൈവേർജൻസ് പ്രോപ്പർട്ടിക്ക് എന്ത് സംഭവിക്കില്ല? ആ ഒരു രീതിയിലുള്ള മാറ്റവും സംഭവിക്കില്ല. മനസ്സിലായോ? ഓക്കെ, ഇനി അടുത്തത് ഒരു എക്സാമ്പിൾ നമുക്ക് പറയാം. താഴെ പറഞ്ഞിരിക്കുന്നത് ഒരു ജോമെട്രിക് സീരീസ് ആണല്ലോ. സിഗ്മ n equal to 1 to infinity 1/5 raised to n. സിഗ്മ n equal to 1 to infinity 1/5 raised to n. ഇതിന്റെ ഫസ്റ്റ് ടേം a എന്ന് വെച്ചാൽ എത്രയാണ്? 1/5. ഇവിടുത്തെ കോമൺ റേഷ്യോ r അത് എത്രയാണ്? 1/5 തന്നെയാണ്. ശരിയാണല്ലോ? ഓക്കെ, അപ്പൊ അതാണ് ഈ സിഗ്മ ലെഫ്റ്റിൽ പറയുന്നത്. സിഗ്മ n equal to 1/5 റേഷ്യോ. ഇതിന്റെ ആദ്യത്തെ മൂന്ന് ടേം എന്ന് വെച്ചാൽ ഏതായിരിക്കും? 1/5, 1/5 സ്ക്വയർ. 1/5 സ്ക്വയർ ആണ് 1/25 പ്ലസ് 1/5 ക്യൂബ്, അതാണ് എന്ത്? 1/125 പ്ലസ് അടുത്തതാണ് പിന്നെ പവേഴ്സ് എടുക്കുക. അത് നമ്മൾ മൊത്തത്തിൽ സിഗ്മ n equal to 4 to infinity 1/5 റേഷ്യോ എന്ന് എഴുതി. മനസ്സിലായോ? റിമൈനിങ് വരുന്ന ടേംസിനെ എല്ലാം കൂടെ ഒരു ഒന്നിച്ചങ്ങ് എഴുതി. ഞാൻ പറഞ്ഞു മനസ്സിലായോ? അതായത് ഒന്ന് വേണമെങ്കിൽ ഞാൻ എഴുതി കാണിക്കാം. അതായത് സിഗ്മ n equal to 1 to infinity 1/5 raised to n. ഫസ്റ്റ് ടൈം എന്താണ്? 1/5. സെക്കൻഡ് ടൈം ഏതാണ്? 1/25. തേർഡ് ടൈം ഏതാണ്? 1/125. ഇനി ഫോർത്ത്, ഫിഫ്ത്ത് അങ്ങനെയുള്ള ടൈം ഇതിനെ എല്ലാം കൂടെ അവരെന്താ എഴുതി? ഇങ്ങനെ എഴുതി 1/5 raised to n. അതാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഇത് എന്ത് ചെയ്യും? നമുക്കറിയാം ജോമെട്രിക് സീരീസിന്റെ കോമൺ റേഷ്യോ 1/5 ആണ്. മോഡ് ആർ ലെസ് ദാൻ 1 ആയതുകൊണ്ട് ഇത് എന്ത് ചെയ്യും? ഇവിടെ കൺവേർജ് ചെയ്യും. അപ്പോ ഇയാള് കൺവേർജ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഈ ആദ്യത്തെ മൂന്ന് ടേംസ് ഒഴിവാക്കി കിട്ടുന്ന സീരീസ്, ആരാ? ഇയാള്. ഏത്? സിഗ്മ n equal to 4 to infinity 1/5 raised to n.
അതെന്ന് വെച്ചാൽ എന്താണ്, ഈ 3 ടേമിനെ ലെഫ്റ്റിലേക്ക് കൊണ്ടുപോയി പോരെ, അത് കുറച്ചാ പോരെ. അപ്പൊ ഇവിടത്തെയാണ് മിസ്റ്റേക്ക്, ഞാൻ നോട്ട് പറഞ്ഞ മിസ്റ്റേക്ക് ഇവിടെയാണ്. ഇവിടെ n ഈക്വൽ ടു 1 to infinity 1/5 raised to n. ഇനി റൈറ്റ് സൈഡ് കിടക്കുന്ന ഈ 3 ടേം ലെഫ്റ്റിലേക്ക് കൊണ്ടുപോയി, അതാണ് ഇത് -1/5 -1/25 -1/125. ഇത് ഉറപ്പായിട്ട് എന്ത് ചെയ്യും, കൺവേർജ് ചെയ്യും. കാരണം എന്താണ്, ഈ ബ്രാക്കറ്റ് വന്നിരിക്കുന്ന ഈ സീരീസ് കൺവേർജന്റ് ആണ്, അതിനൊരു സം ഉണ്ട്. ആ കിട്ടിയ ഉത്തരത്തിൽ നിന്നും ഈ വാല്യൂ സബ്ട്രാക്ട് ചെയ്യുമ്പോൾ കിട്ടുന്ന വാല്യൂ ആയിരിക്കും ഇതിന്റെ സം എന്ന് പറയുന്നത്. സോ നാച്ചുറലി ഈ സീരീസ് എന്ത് ചെയ്യും, കൺവേർജ് ചെയ്യും. അപ്പം ഒരു സീരീസിൽ നിന്നും ഇത് ഫസ്റ്റ് സീരീസ്, ഇതിൽ നിന്നും ആദ്യത്തെ 3 ടേം ഒഴിവാക്കി കിട്ടുന്ന സീരീസ് ആണല്ലോ ഇത്. ഇതിന്റെ കൺവേർജൻസിന് എന്തെങ്കിലും മാറ്റമുണ്ടോ? ഇല്ല. പക്ഷേ എവിടെയാണ് മാറ്റം വരാൻ സംഭവിക്കുന്നത്, അതിന്റെ സം വാല്യൂ എന്ത് സംഭവിക്കാം, മാറ്റം സംഭവിക്കാം. പിടിക്കും. ഇനി അടുത്ത ഒരു എക്സാമ്പിൾ വെച്ചാൽ നമ്മുടെ സീരീസ് ആണ് സിഗ്മ n ഈക്വൽ ടു 100 to infinity 1/n. ഇതിൽ കൺവേർജ് ഓർ ഡൈവേർജ് ആണ് ക്വസ്റ്റ്യൻ ഞാൻ എഴുതാം. സിഗ്മ n ഈക്വൽ ടു 100 to infinity 1/n. ഇവിടെ എന്താ സംഭവിച്ചത്, ഇത് നമ്മൾ സിഗ്മ n ഈക്വൽ ടു 1 to infinity 1/n. ഇത് നിങ്ങൾക്ക് പരിചയമുള്ള ഒരു സീരീസ് ആണ്. ആര് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യാം, ഹാർമോണിക് സീരീസ്. ശരിയല്ലേ, ഹാർമോണിക് സീരീസ് ആണ്. ഇത് എന്താണെന്നാണ് നമ്മൾ പഠിച്ചിരിക്കുന്നത്, ഇത് ഡൈവർജന്റ് ആണെന്നാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. ഇവർ നമ്മുടെ റിലേഷൻ എന്താണ്, ഈ സീരീസിൽ നിന്നും ആദ്യത്തെ 99 ടേംസ് അല്ലെ, ആ ഫസ്റ്റ് 99 ടേംസ്, 99 എന്ന് പറയുന്നത് ഒരു ഫൈനൈറ്റ് നമ്പർ ആണ്. ഈ 99 ടേംസ് ഒഴിവാക്കി കിട്ടിയ സീരീസ് അല്ലേ ഈ കിടക്കുന്നത്. സോ നാച്ചുറലി ഇത് എന്ത് തന്നെയായിരിക്കും, ഡൈവർജന്റ് ആയിരിക്കും. മനസ്സിലായോ? അതാണ് പറയുന്നത് sigma n equal to 1 to sigma n equal to 100 to infinity 1/n diverges since it is a series obtained by deleting the first 99 terms from the divergent harmonic series. Okay, so ഇത് എന്താണ്, ഡൈവർജന്റ് ആയിരിക്കും എന്നാണ് പറയാൻ പറ്റുന്നത്. ഓക്കെ.